നമസ്തേ. ഇന്ന് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എവിടേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള 3 കാർഡുകളാണ്. ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ കറണ്ട് എനർജി വന്നിട്ട് പേജ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ആരംഭിക്കാനോ ഒരു പുതിയ പാഷൻ പരിവേഷണം ചെയ്യാൻ അറിയപ്പെടാത്ത മേഖലകളിലേക്കൊന്ന് എത്തി നോക്കി അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെയുള്ളൊരു യുവാവിൻ്റെ ആവേശമാണ്. ഒരു പാഷൻ പുതിയതായിട്ട് കിട്ടിയിട്ട് അതിനെ അഭിനിവേശത്തോടെ ഇത് ഞാൻ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള നല്ലൊരു ചിന്തയോടെ നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു ടവറിൻ്റെ എനർജിയിലാണ് എന്നാണ്. അതായത് ഒരു അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങളെ ഒന്ന് തകർത്തിട്ട് അവിടെ ഒരു പുതിയത് സൃഷ്ടിക്കാനുള്ളൊരു സാഹചര്യമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. എന്തായാലും ഒരു പരിവർത്തനം, ചിലർക്കെങ്കിലും ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ്. പുതിയതൊന്ന് തുടങ്ങാനുള്ള ഇതിപ്പോൾ ഈ ടവർ പൊളിഞ്ഞാലും നിങ്ങളുടെ നോളേജ് അതേപോലെയുള്ള പല കാര്യങ്ങളുടെ അടിത്തറ അവിടെ തന്നെ കാണും. അവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് സൃഷ്ടിക്കാൻ പറ്റും. ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. ഇത് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമേ അല്ല. ഇത് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുന്നൊരു കാര്യമാണത്. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ എവിടെ എത്തിച്ചേരും എന്നാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഈ പരിവർത്തനം എവിടേക്കാണ് നിങ്ങളെ കൊണ്ട് എത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഹെർമിറ്റിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മപരിശോധന അല്ലെങ്കിൽ ഒരു ആത്മീയമായ അന്വേഷണങ്ങൾ എന്നിങ്ങനെയുള്ളതാണ്. അതൊരു അറിവ് നേടി എല്ലാം ഉപേക്ഷിച്ച് ഒരു സാത്വികനായൊരു എനർജി, അത് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നതായിട്ട് കാണുന്നു. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്കുള്ളവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുക. അതായത് നിങ്ങളുടെ ഈ പരിവർത്തനം നിങ്ങളെ മറ്റൊരു ഉയർന്ന തലത്തിലേക്ക്, അറിവിൻ്റെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തകർച്ചയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് വിചാരിച്ച് പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഈ എനർജി ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലാണ് ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഒരു ഉപദേഷ്ടാവിൻ്റെ എനർജി തേടാൻ പറയുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവിടെ എന്ത് പരിവർത്തനമാണ് വേണ്ടതെന്ന് അന്വേഷിക്കുക. അതല്ല ഒരു സാമ്പത്തിക തകർച്ചയാണ് നിങ്ങൾക്കുണ്ടായതെങ്കിൽ അതും ചർച്ച ചെയ്ത് അതിന് വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ശ്രദ്ധാപൂർവ്വം നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതാനുഭവം